സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. 2012 ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ ആരോപണം. ഇത്രയും നാൾ പരാതി നൽകാൻ ഭയമായിരുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളാണ് ധൈര്യം നൽകിയതെന്നും യുവാവ് പറഞ്ഞു. പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്. പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു. എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഒഴിച്ച് തന്നു. അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. ഓഫ് കോഴ്സ് സിനിമയിലൊരു ചാൻസ് കിട്ടുമല്ലോ, ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ. ഞാൻ കഴിച്ചു. അതിന് ശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത്. പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു. പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി, എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു അത്രയും വലിയൊരു, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിളായിരുന്നു. വളരെ എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം. പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത്, അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് 2 അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല, കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടതെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. ദീപക്, ഇപ്പോൾ വരുന്ന പല പരാതികളും വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. ഈ അന്ന് എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ എത്തുമ്പോൾ അത് മുന്നിൽ നിൽക്കുന്നത് പ്രബലരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കെതിരെ പരാതി നൽകാൻ ഭയമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു നടപടിയിലേക്ക് ഒന്നും കടക്കില്ല. AMMA സംഘടനയിൽ പരാതിപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടാൽ പോലും ആ കാര്യമുണ്ടാകില്ല എന്നൊരു ഭയം കൊണ്ട് തന്നെയായിരുന്നു അന്നൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മുന്നിൽ ധൈര്യമുണ്ട്. കാരണം മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്. കൃത്യമായൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസ്യതയുണ്ട് ഇനി തങ്ങളുടെ പരാതിയിൽ ഒരു നടപടിയെടുക്കുമെന്ന്. ഇപ്പോൾ കൂടുതൽ പരാതികൾ, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു പരാതി, രണ്ടാമതൊരു പരാതി കൂടി വരുമ്പോൾ ഇതിൻ്റെ തീർച്ചയായിട്ടും ഓരോ പരാതികൾ വരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓരോ പരാതികൾ മുന്നിലെത്തുമ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമ്പോഴും. എന്തായാലും ഇപ്പോൾ വന്ന ഈ പരാതി, രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് യുവാവ്? ശ്രുതി, 2012 ഈ സംഭവം നടക്കുന്നതെന്നുള്ളതാണ് പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവാവ് പറയുന്നത്. അതായത് ബാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് കാണാൻ എത്തിയ ഘട്ടത്തിലാണ് രഞ്ജിത്തിനെ പരിചയപ്പെടാൻ ഉതകുന്ന സാഹചര്യമുണ്ടായത്. അന്ന് തന്നെ ടിഷ്യൂ പേപ്പറിൽ രഞ്ജിത്ത് നമ്പർ എഴുതി നൽകി എന്നുള്ളതാണ് യുവാവ് പറയുന്നത്. അങ്ങനെ ആ നമ്പറിൽ പിന്നീട് ബന്ധപ്പെടുകയും അതേ തുടർന്ന് അദ്ദേഹം ബംഗളൂരുവിലേക്ക് വരണം എന്ന സംവിധായകൻ രഞ്ജിത്ത് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ബംഗളൂരുവിലെ താജ് ഹോട്ടലിലേക്ക് എത്തിയ ഘട്ടത്തിൽ തനിക്ക് ദുരനുഭവം നേരിട്ടു എന്നുള്ളതാണ് യുവാവിൻ്റെ പരാതി. ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യവും പറയുന്നു. അന്ന് പക്ഷേ അത് പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ എതിർപ്പും കാര്യമായ രീതിയിൽ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പിന്നീട് മങ്ങി. പണം വേണമെങ്കിൽ നൽകാം എന്നുള്ള കാര്യം രഞ്ജിത്ത് പറഞ്ഞു എന്ന് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രബലയായ നടിയോട് താൻ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും കിട്ടിയില്ല. മറ്റൊന്ന് ഇടവേള ബാബുവാണ്. അദ്ദേഹം അന്ന് AMMA ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ഉൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അവിടെ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്താം എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പരാതികൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിൻ്റെ അന്വേഷണം ആ നിലയ്ക്ക് കൂടി പുരോഗമിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇത് SIT-യിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. പ്രാഥമികമായുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരത്തിൽ SIT-യിലേക്ക് ഇതിൻ്റെ മറ്റ് തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. ഇത് പരാതികൾ ഇത്തരത്തിൽ ഉയർന്നു വരാൻ ഉതകുന്ന സാഹചര്യമുണ്ടായത് നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയിരിക്കുന്ന പരാതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BNS 74 പ്രകാരം നോൺ ബെയിലബിൾ
ട്രീറ്റബിൾ ഒഫൻസ് ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം കൊച്ചി നോർത്ത് പോലീസ് കേസെടുക്കുന്നു, അത് പിന്നീട് SIT-യിലേക്ക് കൈമാറുന്നു. ഇനിയിപ്പോൾ ബംഗാളി നടിയുടെ മൊഴിയെടുക്കുന്നതും ഒപ്പം തന്നെ രഹസ്യമൊഴി കൊച്ചി CJM കോടതിയിൽ രേഖപ്പെടുന്നതും അടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ പരാതിയുമായി യുവാവ് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ജെന്യൂനിറ്റി കൂടി കൂടുതലായി പരിശോധിച്ച ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.